ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, പെസഹ കാലം 6-ാം ഞായർ ദിവ്യബലി മധ്യേ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ 14:23 മുതൽ 29 വരെ വാക്യങ്ങൾ. 4-ാം സുവിശേഷത്തിലെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ ആരംഭത്തിൽ ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്നതിന് തെളിവായി 2 ഉപദേശങ്ങൾ യേശു ശിഷ്യർക്ക് നൽകുന്നു. ഒന്ന്, യേശുവിനെ സ്നേഹിക്കുക. യേശുവിനെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നാണ് അർത്ഥം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. 15:10. ആകയാൽ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയാണ് നമുക്ക് യേശുവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നത്. 4-ാം സുവിശേഷകൻ രേഖപ്പെടുത്തുന്ന പ്രകാരം 2 കൽപ്പനകളാണ് യേശു നൽകുന്നത്. ഒന്ന്, യേശു ശിഷ്യരുടെ പാദം കഴുകുന്ന അവസരത്തിൽ നൽകുന്നത്, ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. 13-14. നിസ്വാർത്ഥ സേവനത്തിൻ്റെ അർത്ഥമാണ് ഈ കൽപ്പനയിലൂടെ നൽകപ്പെടുന്നത്. 2, പാദം കഴുകലിന് ശേഷമുള്ള സുദീർഘമായ വിടവാങ്ങൽ പ്രസംഗത്തിൽ യേശു നൽകുന്ന കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. 15-12. ആത്മദാനത്തിൻ്റെ മഹത്തായ അടയാളപ്പെടുത്തലാണ് ഈ കൽപ്പനയിൽ ഉള്ളത്. ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്നതിന് രണ്ടാമതായി നൽകപ്പെടുന്നത് യേശുവിൻ്റെ വചനം പാലിക്കുക എന്നതാണ്. വചനത്തിന് സുവിശേഷത്തിൽ തന്നെ ലഭിക്കുന്ന നിർവചനം ഇപ്രകാരമാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. 1:1-14 വാക്യങ്ങൾ. സുവിശേഷകന്റെ നിർവചന പ്രകാരം യേശു തന്നെയാണ് വചനം. ഈ വചനം അനന്തമാണ്, ഇറ്റേണൽ. ദൈവത്തോട് കൂടെയാണ്, വിത്ത് ഗാഡ്. ദൈവമാണ്, നമ്മോട് കൂടെയാണ്, വിത്ത് അസ്. അപ്രകാരം അനന്തവും ദൈവവും നമ്മോടൊപ്പവും ആയിരിക്കുന്ന വചനമായ യേശുവിനെയാണ് നാം പാലിക്കേണ്ടത്. നാം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ പാലിക്കുക എന്നാൽ അർത്ഥമാക്കുന്നത് നാം ആ വ്യക്തിയുമായി ഒരു ഹൃദയ ബന്ധത്തിൽ ആയിരിക്കുക എന്നതാണ്. പ്രകാരം യേശുവിൻ്റെ വചനം പാലിക്കുക എന്നാൽ യേശുവുമായി ഐക്യത്തിലായിരിക്കുക, അല്ലെങ്കിൽ യേശുവിൻ്റെ ഹൃദയത്തിലായിരിക്കുക എന്നതാണ്. പിതാവും യേശുവും ഗാഢമായൊരു ബന്ധത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്നു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ഇതേ ഐക്യമാണ് യേശുവും നാമും തമ്മിൽ ഉണ്ടാകേണ്ടത്. ഇപ്രകാരമുള്ള ഗാഢബന്ധത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അന്ത്യത്താഴവേളയിൽ യേശുവിൻ്റെ മാറിൽ തലചായ്ച്ചു കിടന്ന ശിഷ്യനിലൂടെ സുവിശേഷകൻ നൽകുന്നത്. പ്രഭാഷണത്തിൻ്റെ തുടർച്ചയെന്നോണം യേശു ശിഷ്യർക്ക് ഒരു വാഗ്ദാനവും നൽകുന്നുണ്ട്. യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ ശിഷ്യർക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. സുവിശേഷകൻ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുവാൻ പാരാക്ലെത്തോസ് എന്ന ഗ്രീക്ക് പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഈ പദം സഹായത്തിനായി വിളിക്കപ്പെട്ടവൻ, അരികിൽ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടവൻ തുടങ്ങിയ പര്യായങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ സഹായകൻ, ഉപദേഷ്ടാവ് തുടങ്ങിയ ആശയങ്ങളും ഈ പദത്തിന് നൽകാവുന്നതാണ്. യേശു സഹായകനായ പരിശുദ്ധാത്മാവിനെ ശിഷ്യർക്ക് നൽകുന്നത് 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, പഠിപ്പിക്കുക എന്നാൽ വെളിപ്പെടുത്തുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവ് പുതുതായി ഒന്നും വെളിപ്പെടുത്തുന്നില്ല, മറിച്ച് പരസ്യ ജീവിത കാലത്ത് യേശു എന്താണോ ശിഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് അവയെ പൂർണ്ണ രൂപത്തിൽ ബോധ്യപ്പെടുത്തുവാനും മനസ്സിലാക്കി കൊടുക്കുവാനുമാണ്
പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമായി വരുന്നത്. 2, അനുസരിക്കുക. യേശു ജീവിച്ചിരുന്ന കാലത്ത് ശിഷ്യരെ പഠിപ്പിച്ചതെല്ലാം വീണ്ടും അവരുടെ ഓർമ്മയിൽ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. കാരണം പിതാവിൻ്റെ സത്യവും വെളിപാടുമായ യേശുവിനെ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ പരിമിതികളുള്ള മനുഷ്യന് എളുപ്പമല്ല. ആകയാൽ സഹായകനായ പരിശുദ്ധാത്മാവ് ശിഷ്യരുടെ ബലഹീനതയിൽ സത്യവും വെളിപാടുമായ യേശുവിനെയും അവിടുത്തെ സന്ദേശത്തെയും ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ പ്രബോധനങ്ങളെയും പ്രവർത്തികളെയും ശിഷ്യർക്ക് വ്യാഖ്യാനം ചെയ്തു കൊടുക്കുന്നു. അപ്രകാരം വിശ്വാസ്യമായ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനമായി പരിശുദ്ധാത്മാവ് നിലകൊള്ളുന്നു. സഹായകനായ പരിശുദ്ധാത്മാവിന് ശിഷ്യർക്ക് വാഗ്ദാനം ചെയ്തതിന് ശേഷം യേശു മറ്റൊരു വാഗ്ദാനം കൂടി അവർക്കായി നൽകുന്നുണ്ട്. അത് സമാധാനമാണ്. 4-ാം സുവിശേഷത്തിൽ സമാധാനം എന്ന പദം ആദ്യമായി പ്രയോഗിക്കപ്പെടുന്നത് ഇവിടെയാണ്. പഴയ നിയമത്തിൽ സാധാരണയായി സമാധാനം, ശാലോം, ആശംസിച്ചിരുന്നത് വേർപാടിന്റെ വേളകളിലായിരുന്നു. വേർപാടിന്റെ വേളയിലാണ് യേശു ശിഷ്യർക്ക് സമാധാനം ആശംസിക്കുന്നത്. യേശു ഇവിടെ ആശംസിക്കുന്ന സമാധാനത്തിന് വേർപാടിന്റെ ധ്വനി അല്ല ഉള്ളത്. ഈ പുതിയ വാഗ്ദാനം നൽകുന്നതിന് മുൻപേ തന്നെ ശിഷ്യരെ അനാഥരായി വിടുകയില്ലെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിനെ വീണ്ടും ബലപ്പെടുത്തുന്ന വാഗ്ദാനമാണ് സമാധാനാശംസ. യേശു ഇപ്പോൾ നൽകുന്ന സമാധാന വാഗ്ദാനത്തിൽ ശിഷ്യർ എല്ലാ അർത്ഥത്തിലും തികഞ്ഞ സനാതരായി മാറുന്നു. ഗുരുവിന്റെ അസാന്നിധ്യത്തിലും ശിഷ്യർ അനുഭവിക്കുവാൻ പോകുന്നത് യേശുവിലുള്ള സമാധാനത്തിലുള്ള സനാതത്വമാണ്. യേശു ശിഷ്യർക്കായി നൽകിയ സമാധാനം ലോകം നൽകുന്ന സമാധാനത്തിൽ നിന്ന് ഏറെ ദൂരെയാണ്. ലോകം നൽകുന്ന സമാധാനം മൂഢ സുരക്ഷിതത്വത്തിന്റെ താൽക്കാലിക സമാധാനവും സംഘർഷരഹിത സ്വപ്ന സമാധാനവുമാണ്. ലോകം കാഴ്ചവെക്കുന്ന സമാധാനത്തിന്റെ മേഖലകൾ പ്രകടനാത്മകമാണ്. എന്നാൽ യേശു വാഗ്ദാനം ചെയ്യുന്ന സമാധാനം അവിടുത്തെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന യേശുവിലുള്ള സമാധാനമാണ്. അത് യേശുവിൽ കുടികൊള്ളുന്ന ആകമാന സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനമാണ്. പ്രിയമുള്ളവരെ, പ്രത്യക്ഷത്തിൽ ഒരു വിടവാങ്ങൽ പ്രസംഗത്തിലെ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷമെങ്കിലും അതിൻ്റെ ഉള്ളടക്കം വിടവാങ്ങലല്ല. ശാരീരികമായ അസാന്നിധ്യത്തിലും യേശുവിൻ്റെ നിറസാന്നിധ്യം ശിഷ്യരോടൊത്തുണ്ടാകുമെന്നാണ് ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെടുന്നത്. യേശു നൽകിയ കൽപ്പനകളുടെ അനുസരണത്തിലൂടെയും യേശുവുമായുള്ള ഹൃദയബന്ധത്തിലൂടെയും യേശുവിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്ന സഹായകനായ പരിശുദ്ധാത്മാവിലൂടെയും അവിടുത്തെ നവീന വാഗ്ദാനമായ സമാധാനത്തിലൂടെയും ഗുരുവിൻ്റെ നിറസാന്നിധ്യം ഇന്ന് നമുക്ക് അനുഭവിക്കുവാൻ സാധ്യമാകട്ടെ. ഒത്തുചേരലുകളും വേർപാടുകളും മനുഷ്യജീവിതത്തിൻ്റെ അനിവാര്യതകളാണ്. എങ്കിലും ഓരോ വേർപാടിലും ഒരു പുനരൈക്യത്തിൻ്റെ വിത്തുണ്ട്. യേശു നൽകുന്ന പുനഃസമാഗമത്തിൻ്റെ വിത്തുകൾ അവിടുത്തെ കൽപ്പനകളും അവിടുന്നുമായുള്ള ഹൃദയബന്ധവും സഹായകനായ പരിശുദ്ധാത്മാവും അവിടുത്തെ സമാധാനവുമാണ്. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.